തുഗ്ലക് പരിഷ്കാരം എന്ന് നമ്മൾ പറയാറുണ്ട്, കണാപ്പൻ എന്ന് നമ്മൾ വിളിക്കാറുമുണ്ട്. രണ്ടും വിഡ്ഢിത്തത്തിന്റെയും മണ്ടത്തരത്തിന്റെയും ഉദാഹരണങ്ങളാണ്. 1900 തുടക്കത്തിൽ മലബാറിലെ അസിസ്റ്റന്റ് കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റുമായിരുന്ന ആർതർ ലോർലാൻഡ് കണാപ്പാണ് കണാപ്പൻ എന്ന വാക്കിന്റെ സൃഷ്ടി. തെറ്റായതും തലതിരിഞ്ഞതുമായ തീരുമാനങ്ങൾ വഴി സ്റ്റേറ്റിന് നഷ്ടമുണ്ടായപ്പോൾ പതിയെ മലയാളികൾക്കിടയിൽ രൂപപ്പെട്ട പദമാണ് കണാപ്പൻ എന്നത്. കണാപ്പ് ചെയ്തതൊക്കെ കണാപ്പത്തരം എന്ന അർത്ഥത്തിൽ കണാപ്പൻ ഇന്നും നമുക്കിടയിൽ പ്രചാരത്തിലുണ്ട്. തുഗ്ലക് പരിഷ്കാരം എന്ന് പറയുന്നത് 14-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി കാട്ടിക്കൂട്ടിയ വിവരക്കേടുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട പഴഞ്ചൊല്ലാണ്. ചെയ്തു കൂട്ടിയതെല്ലാം വിഡ്ഢിത്തമായിരുന്നു, പണ്ഡിതനായിരുന്നു തുഗ്ലക്ക്. ഈ രണ്ട് പദത്തെയും ഓർമ്മിപ്പിക്കുന്ന ഭരണാധികാരിയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ. 2020 തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭൂരിപക്ഷം കിട്ടിയ CPM ചില മുതിർന്ന വനിതാ നേതാക്കളെ ഒതുക്കുന്നതിന് വേണ്ടി ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിൽ സൃഷ്ടിച്ചതായിരുന്നു ആര്യ രാജേന്ദ്രൻ എന്ന കന്നിവോട്ടുകാരിയെ. ആ കന്നിവോട്ടുകാരി കേരളത്തിലുണ്ടാക്കിയ ദുരന്തം, തിരുവനന്തപുരത്തിനുണ്ടാക്കിയ നഷ്ടം ചില്ലറയല്ല. അവരുടെ അഹങ്കാരവും ധാർഷ്ട്യവും ജനങ്ങളോടുള്ള വെറുപ്പും തിരുവനന്തപുരംകാർ ഒരിക്കലും മറക്കില്ല. CPMനുണ്ടാക്കിയ നഷ്ടം ചില്ലറയല്ല. പരമ്പരാഗതമായി BJPക്ക് വോട്ടേറെയുള്ള തിരുവനന്തപുരം നഗരത്തിൽ ആദ്യമായി 6 സീറ്റ് പിടിച്ച് BJP രംഗത്ത് വരുന്നത് 2010-ലാണ്. 2015 അവർ നില ഒരുപാട് മെച്ചപ്പെടുത്തി. 2020 BJP നിർണായക ഘടകമായി, കോൺഗ്രസ് പാർട്ടി 3ാമതായി പോയി. ഈ കാലഘട്ടത്തിലൊക്കെ BJP നടത്തിയ ശ്രമങ്ങളൊന്നും വിജയിക്കാതിരുന്നപ്പോൾ ഒറ്റയടിക്ക് 5 വർഷം കൊണ്ട് ആര്യ രാജേന്ദ്രൻ എന്ന യുവതി BJPക്ക് ഇവിടെ വാതിൽ തുറന്നു കൊടുത്തു. രാജീവ് ചന്ദ്രശേഖരന്റെ മിടുക്കും പ്രാഗൽഭ്യവും ഒരു കമ്പനി CEO പോലുള്ള പ്രവർത്തനവും ഒക്കെ ശ്രദ്ധേയമാണെങ്കിൽ കൂടി ആര്യ രാജേന്ദ്രൻ BJPയുടെ വിജയത്തിനുണ്ടാക്കി കൊടുത്ത തിളക്കം അവഗണിക്കാൻ സാധ്യമല്ല.